ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ട്രിഗ്നോമെട്രിയെ കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് നോക്കാം. ട്രിഗ്നോമെട്രി എന്നത് വളരെ ലളിതവും രസകരവുമായ ത്രികോണങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു മനുഷ്യന്റെ ഉയരമോ ഒരു ക്ലാസ് റൂമിന്റെ വീതിയോ നീളമോ കാണണമെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ള ഒരു മീറ്റർ സ്കെയിലോ മെഷറിംഗ് ടേപ്പോ ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുന്നിന്റെ ഉയരമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പുഴയുടെ വീതിയോ അതുമല്ല ആകാശത്തുകൂടി പറക്കുന്ന ഒരു വസ്തു നിങ്ങളിൽ നിന്നും എത്ര ഉയരത്തിലാണ് എന്നുള്ളതോ അതുമല്ല ലോങ് ജമ്പ് എന്ന കായിക വിനോദം നമുക്കൊക്കെ അറിയുന്ന ഒന്നാണ്. ഞാനിവിടെ ഒരു ലോങ് ജമ്പ് പിറ്റ് വരയ്ക്കുകയാണ്. ഇതാണ് ലോങ് ജമ്പ് പിറ്റ്. ലോങ് ജമ്പിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥി ഇവിടെ നിന്നും മാക്സിമം പരമാവധി ദൂരം കവർ ചെയ്യണമെങ്കിൽ ഈ മത്സരാർത്ഥി ഏത് കോണളവിൽ ചാടണം? ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രസക്തമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത് കാണാം. ഇതിനുള്ള ഉത്തരങ്ങളാണ് ട്രിഗ്നോമെട്രി എന്ന പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ത്രികോണത്തിന് 3 വശങ്ങളും 3 കോണുകളുമാണ് ഉള്ളത്. ഈ വശങ്ങളുടെയും കോണുകളുടെയും അളവുകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ട്രിഗ്നോമെട്രി എന്നത്. ആദ്യമായി നമുക്ക് കോൺ എന്നതിന്റെ നിർവചനം നോക്കാം. കോൺ അഥവാ ആംഗിൾ. ഇതിനായി നമുക്ക് ഒരു രശ്മി വരയ്ക്കാം. രശ്മി ഒ എ എന്നീ 2 ബിന്ദുക്കളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒ എന്നത് ഒറിജിൻ ആണല്ലോ. ഇനി നമുക്ക് ഈ രശ്മിയെ O കേന്ദ്രമായി ഒന്ന് തിരിക്കാം. രശ്മിയുടെ രശ്മി കടന്നു പോകുന്ന ഒരു പോയിന്റിനെ ബി എന്ന് വിളിച്ചാൽ ഇപ്പോൾ രശ്മിയുടെ സ്ഥാനം OB എന്നിരിക്കട്ടെ. അതുപോലെ തന്നെ രശ്മിയുടെ ആദ്യ സ്ഥാനം OA എന്നുമാണല്ലോ. രശ്മി ആദ്യ സ്ഥാനത്ത് നിന്നും ഇപ്പോഴുള്ള സ്ഥാനമായ OB-യിലേക്ക് എത്താൻ എത്ര തിരിഞ്ഞു എന്നതിന്റെ അളവിനെയാണ് കോൺ എന്ന് വിളിക്കുന്നത്. രശ്മി ആദ്യ സ്ഥാനത്ത് നിന്നും ഇപ്പോഴുള്ള സ്ഥാനത്തേക്ക് എത്താൻ എത്ര തിരിഞ്ഞു എന്നതിന്റെ അളവിനെയാണ് കോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു സെക്കൻഡ് സൂചി മാത്രമുള്ള ഒരു ക്ലോക്ക് പരിഗണിക്കാം. 12, 3, 6 and 9. ഇവിടെ സെക്കൻഡ് സൂചിയുടെ പൊസിഷൻ 12-ന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് 60 സെക്കൻഡ് സമയത്തിന് ശേഷം ഈ സെക്കൻഡ് സൂചി തിരിഞ്ഞ് എവിടെ എത്തുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 60 സെക്കൻഡിന് ശേഷം സെക്കൻഡ് സൂചി തിരിഞ്ഞ് ഇതേ പൊസിഷനിൽ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് സെക്കൻഡ് സൂചിയുടെ ആദ്യ പൊസിഷനിൽ നിന്നും ഇപ്പോഴുള്ള പൊസിഷനിൽ എത്തണമെങ്കിൽ സെക്കൻഡ് സൂചി ഒരു വട്ടമാണ് തിരിയേണ്ടത്. അതായത് നമുക്ക് സെക്കൻഡ് സൂചിയുടെ ആദ്യ പൊസിഷനും അവസാന പൊസിഷനും തമ്മിലുള്ള കോൺ എന്നത് ഒരു വട്ടം എന്ന് പറയാമല്ലോ. ഇനി നമുക്ക് 120 സെക്കൻഡ് സമയത്തിന് ശേഷം ഈ സെക്കൻഡ് സൂചി തിരിഞ്ഞ് എവിടെ എത്തുമെന്ന് നോക്കാം. 120 സെക്കൻഡുകൾക്ക് ശേഷം സെക്കൻഡ് സൂചി തിരിഞ്ഞ് ഒരു വട്ടം തിരിഞ്ഞ് 2 വട്ടം തിരിഞ്ഞ് ഇതേ പൊസിഷനിൽ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് സെക്കൻഡ് സൂചിയുടെ ആദ്യ പൊസിഷനിൽ നിന്നും ഇപ്പോഴുള്ള പൊസിഷനിൽ എത്താൻ സെക്കൻഡ് സൂചി 2 വട്ടമാണ് കറങ്ങേണ്ടത്, തിരിയേണ്ടത്. അതായത് കോണളവ് എന്നത് 2 വട്ടമാണ്. ഇനി നമുക്ക് 30 സെക്കൻഡ് സമയമെടുത്ത് നോക്കാം. 30 സെക്കൻഡ് സമയം എടുത്താൽ ഇപ്പോൾ സെക്കൻഡ് സൂചി 12-നാണുള്ളത്. 30 സെക്കൻഡുകൾക്ക് ശേഷം
സെക്കൻഡ് സൂചി കറങ്ങി 6-ലെത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് ആദ്യ പൊസിഷനിൽ നിന്നും ഇപ്പോഴുള്ള പൊസിഷനായ 6-ലെത്തണമെങ്കിൽ സെക്കൻഡ് സൂചി അരവട്ടമാണ് കറങ്ങേണ്ടത്. ഇനി നമുക്ക് 1 സെക്കൻഡ് സമയം എടുത്താലോ? 1 സെക്കൻഡ് സമയത്തിൽ ഈ സെക്കൻഡ് സൂചി എത്ര വട്ടമാണ് തിരിഞ്ഞത്? ഒരു വട്ടത്തിന്റെ 60-ൽ 1 ഭാഗമാണ് സെക്കൻഡ് സൂചി തിരിഞ്ഞിരിക്കുന്നത്. 60-ൽ 1 ഭാഗമാണ് സെക്കൻഡ് സൂചി തിരിഞ്ഞിരിക്കുന്നത്. അതായത് 60-ൽ 1 വട്ടം. ഇങ്ങനെ വട്ടം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് കോണുകൾ അളക്കുന്നത് മിക്കവാറും സൗകര്യമല്ല. ഇതിനായി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3 യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ച് നോക്കാം. യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. യൂണിറ്റ് സിസ്റ്റത്തിലെ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ സിസ്റ്റത്തെ കുറിച്ചാണ്. ഈ സിസ്റ്റത്തിൽ കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്നത് ഡിഗ്രിയാണ്. യൂണിറ്റ് ഡിഗ്രിയാണ്. നമുക്ക് ആദ്യം 1 ഡിഗ്രി എന്താണെന്ന് നോക്കാം. 1 ഡിഗ്രി എന്നത് ഒരു വട്ടം തിരിയുന്നതിന്റെ 360-ൽ 1 ഭാഗമാണ്. 1 ഡിഗ്രി എന്നത് ഒരു വട്ടം തിരിയുന്നതിന്റെ 360-ൽ 1 ഭാഗമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വട്ടം എത്ര ഡിഗ്രിക്ക് തുല്യമാണ്. ഒരു വട്ടം എന്നത് 360 ഡിഗ്രിക്ക് തുല്യമാണല്ലോ. ഇവിടെ ഡിഗ്രി എന്നതിന് ഡിനോട്ട് ചെയ്യുന്നത് 1 ഡിഗ്രി എന്നതിന് ഡിനോട്ട് ചെയ്യുന്നത് 1 എഴുതുക, അതിന്റെ തൊട്ട് മുകളിലായി ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെയാണ് 1 ഡിഗ്രി എന്നതിന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അത് 2 ഡിഗ്രി ആയാലോ? ഇങ്ങനെയാണല്ലോ. ഇനി ഞാനിവിടെ 1 ഡിഗ്രിയെ മാറ്റി വരയ്ക്കുകയാണ്. 1 ഡിഗ്രിയെ മാറ്റി വരച്ചു. ഇത് 60 തുല്യ ഭാഗങ്ങളായി നമുക്ക് വിഭജിക്കാം. അങ്ങനെ കിട്ടുന്ന ഓരോ ഭാഗവുമാണ് 1 മിനിറ്റ് എന്നത്. ഈ 1 മിനിറ്റ് എന്നത് എന്തിന് തുല്യമാണ്? 1 ഡിഗ്രിയുടെ 60-ൽ 1 ഭാഗത്തിന് തുല്യമാണ്. ഇനി നമുക്ക് വീണ്ടും ഈ 1 മിനിറ്റിനെ ഒന്ന് മാറ്റി വരയ്ക്കാം. അതിനെ വീണ്ടും 60 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാം. അങ്ങനെ കിട്ടുന്ന ഓരോ ഭാഗവും 1 സെക്കൻഡാണ്. ഈ ഒരു സെക്കൻഡ് എന്നത് എന്തിന് തുല്യമാണ്? 1 മിനിറ്റിന്റെ 60-ൽ 1 ഭാഗത്തിന് തുല്യമാണ്. നമ്മളിവിടെ കണ്ടു ഒരു വട്ടം എന്നത് 360 ഡിഗ്രിക്ക് തുല്യമാണല്ലോ. ഇനി അത് 2 വട്ടം ആയാലോ? 2 വട്ടം എന്നത് 2 times 360 ഡിഗ്രി 720 ഡിഗ്രി ആണല്ലോ. അതൊരു 10 വട്ടമായാലോ? 10 times 360 ഡിഗ്രി ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. കോണിന്റെ അളവ് വട്ടം എന്ന യൂണിറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് ഡിഗ്രിയിലേക്ക് മാറ്റേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡിഗ്രിയിലാണ് ഒരു കോണിന്റെ അളവ് തന്നതെന്ന് വിചാരിക്കുക. ഇതിനെ എങ്ങനെ വട്ടം എന്ന യൂണിറ്റിലേക്ക് മാറ്റാൻ കഴിയും? നമുക്കൊന്ന് നോക്കാം. 360 ഡിഗ്രി എന്നത് എത്ര വട്ടത്തിന് തുല്യമാണ്? 1 വട്ടത്തിന് തുല്യമാണല്ലോ. ഇനി അതൊരു 720 ഡിഗ്രി ആയാലോ? ഇത് എത്ര വട്ടത്തിന് തുല്യമാണ്? 720-ൽ എത്ര 360 ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതായത് 720 ഡിവൈഡഡ് ബൈ 360. 2 വട്ടമാണല്ലോ. 2 വട്ടം എന്നതാണ് 720 ഡിഗ്രിക്ക് തുല്യമായത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 3600 ഡിഗ്രി. 3600 ഡിഗ്രി എന്ന് പറയുന്നത് 3600 ഡിഗ്രിയിൽ എത്ര 360 ഉണ്ട്? 10 തവണയാണല്ലോ 360 ഉള്ളത്. അതായത് 10 വട്ടമാണ് 3600 ഡിഗ്രിക്ക് തുല്യം. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കോണിന്റെ അളവ് d ഡിഗ്രിയാണ്. ഈ d ഡിഗ്രി എന്നത് എത്ര വട്ടത്തിന് തുല്യമാണ്? d ഡിവൈഡഡ് ബൈ 360 വട്ടത്തിനാണ് d ഡിഗ്രി തുല്യം. നമ്മൾ ഈ സിസ്റ്റത്തിൽ കണ്ടു
യൂണിറ്റ് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലെ കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡിഗ്രിയാണ്. ഒരു വട്ടം എന്നത് 360 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഡിഗ്രിയെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഈ യൂണിറ്റ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ സിസ്റ്റമായ സെന്റിസിമൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. സെന്റിസിമൽ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്നത് ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേഡിയൻ എന്നതാണ്. യൂണിറ്റ് ഗ്രേഡ് അഥവാ ഗ്രേഡിയൻ എന്നതാണ്. നമുക്ക് ആദ്യം ഒരു ഗ്രേഡ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു ഗ്രേഡ് എന്നത് ഒരു വട്ടം തിരിയുന്നതിന്റെ 400 ഒരു ഭാഗമാണ്. ഒരു ഗ്രേഡ് എന്നത് 400 ഒരു വട്ടം തിരിയുന്നതിന്റെ 400 ഒരു ഭാഗമാണ്. ഇവിടെ ഒരു ഈ ഗ്രേഡിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ. ഒരു ഗ്രേഡ് എന്നത് ഒന്ന് എഴുതുക, സ്മോൾ ലെറ്റർ ജി, ഇതിന്റെ ഒന്നിന്റെ തൊട്ട് മുകളിലായിട്ട് എഴുതുക. ഇങ്ങനെയാണ് ഒരു ഗ്രേഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് 2 ഗ്രേഡ് ആയാലോ 2 ഗ്രേഡ് എന്നതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? 2 എഴുതുക, അതിന്റെ തൊട്ട് മുകളിൽ സ്മോൾ ലെറ്റർ ജി എഴുതുക. ഇനി നമുക്ക് ഈ ഒരു വട്ടം തിരിയുന്നതിന്റെ 400 ഒരു ഭാഗമാണല്ലോ 1 ഗ്രേഡ് എന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു വട്ടം എന്നത് എന്തിന് തുല്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു വട്ടം എന്നത് 400 ഗ്രേഡിന് തുല്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രേഡ് എന്നതിനെ ഒന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്രേഡിനെ 100 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുകയാണ്. ഇങ്ങനെ വിഭജിച്ചാൽ കിട്ടുന്ന ഓരോ ഭാഗത്തിനെയും 1 മിനിറ്റ് എന്നാണ് പറയുന്നത്. ഈ 1 മിനിറ്റ് എന്നത് എന്തിന് തുല്യമാണ്? ഒരു ഗ്രേഡിന്റെ 100 ഒരു ഭാഗമാണ്, ഒരു ഭാഗത്തിന് തുല്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 മിനിറ്റിനെ വീണ്ടും മാറ്റി വരയ്ക്കാം. 1 മിനിറ്റിനെ നമുക്ക് 100 തുല്യ ഭാഗമായി നേരത്തെ പോലെ തന്നെ വിഭജിക്കാം. അങ്ങനെ കിട്ടുന്ന ഓരോ ഭാഗവും 1 സെക്കൻഡ് എന്നതാണ്. ഈ 1 സെക്കൻഡ് എന്തിനു തുല്യമാണ്? 1 മിനിറ്റിന്റെ 100 ഒരു ഭാഗത്തിന് തുല്യമാണ്. നമ്മൾ ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ കണ്ടു. എന്താണ് കണ്ടത്? ഒരു ഡിഗ്രിയെ 60 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗമാണ് 1 മിനിറ്റ് എന്നത്. പക്ഷെ സെന്റിസിമൽ സിസ്റ്റത്തിൽ എന്താണ്? ഒരു ഗ്രേഡിനെ 100 തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വട്ടം എന്നത് എന്താണ്? 400 ഗ്രേഡ് ആണ്. ഇനി 2 വട്ടം എടുത്താലോ? 2 വട്ടം എന്നത് 2 ടൈംസ് 400 ഗ്രേഡ്, 800 ഗ്രേഡ് ആണല്ലോ. അതുപോലെ 10 വട്ടം എടുത്താലോ? 4000 ഗ്രേഡ് ആണല്ലോ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. കോണിന്റെ അളവ് വട്ടം എന്ന യൂണിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ഗ്രേഡിൽ കാണുന്നതെന്ന് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിൽ തന്ന ഒരു കോണിന്റെ അളവ് ഗ്രേഡ് എന്ന യൂണിറ്റിലാണ് നമുക്ക് തന്നതെന്ന് കരുതുക. അതിനെ എങ്ങനെ വട്ടം എന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം? 400 ഗ്രേഡ് എന്നത് എത്ര വട്ടത്തിന് തുല്യമാണ്? ഒരു വട്ടത്തിനാണല്ലോ തുല്യം. ഇനി അത് 800 ഗ്രേഡ് ആയാലോ? 800 ഗ്രേഡിൽ എത്ര 400 ഉണ്ടെന്ന് നോക്കുക. 800 ഡിവൈഡഡ് ബൈ 400. 2 തവണയാണല്ലോ 400 ഉള്ളത്. അതുകൊണ്ട് 2 വട്ടമായിരിക്കും 800 ഗ്രേഡിന് തുല്യം. നമുക്കിനി എന്ത് ചെയ്യാം, 4000 ഗ്രേഡ് നോക്കിയാലോ? 4000 ഗ്രേഡ് എന്ന് പറയുന്നത് 4000 ഡിവൈഡഡ് ബൈ 400 ഈക്വൽസ് 10. 10 വട്ടമാണ് 4000 ഗ്രേഡിന് തുല്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജനറലായി ഞാൻ ഒരു കോണിന്റെ അളവ് ജി ഗ്രേഡ് എടുക്കുകയാണ്. ഈ ജി ഗ്രേഡ് എന്നത് എത്ര വട്ടത്തിന് തുല്യമാണ്? ജി ഡിവൈഡഡ് ബൈ 400 വട്ടത്തിനാണ് ഈ ജി ഗ്രേഡ് എന്നത് തുല്യം. അപ്പൊ നമ്മൾ ഈ സെന്റിസിമൽ സിസ്റ്റത്തിൽ കണ്ടു, കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേഡിയൻ ആണ്. ഒരു ഗ്രേഡ് എന്നത് ഒരു വട്ടം തിരിയുന്നതിന്റെ 400 ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മൾ കണ്ടു.
ഒരു വട്ടം എന്നത് ഇവിടെ എന്താണ് 400 ഗ്രേഡിന് തുല്യമാണ്. പക്ഷെ ഹെക്സാഡെസിമൽ സിസ്റ്റത്തിന് എന്തായിരുന്നു ഒരു വട്ടം എന്നത് 360 ഡിഗ്രിക്കും ആയിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് സിസ്റ്റത്തിലെ മൂന്നാമത്തെ സിസ്റ്റമായ സർക്കുലർ സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. സർക്കുലർ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് റേഡിയൻ. യൂണിറ്റ് റേഡിയൻ എന്താണ്? നമുക്ക് ആദ്യം ഈ റേഡിയൻ ഏത് അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. റേഡിയനെ സ്മോൾ ലെറ്റർ സി എന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ 1 റേഡിയൻ നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇങ്ങനെയാണല്ലോ. 20 റേഡിയനെയോ ഇങ്ങനെയാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 1 റേഡിയൻ എന്താണെന്ന് നോക്കാം. ഈ 1 റേഡിയൻ എന്താണെന്ന് നോക്കാൻ ഞാനൊരു ചെറിയൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിളിന്റെ കേന്ദ്രമാണ് ഇത്. സർക്കിളിന്റെ റേഡിയസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 6 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് സർക്കിളിന്റെ റേഡിയസ് 6 ആയിട്ടുള്ള 6 അതേ നീളത്തിലുള്ള ഒരു ആർക്ക് വൃത്തത്തിൽ കട്ട് ചെയ്യാം. ആ ആർക്കിനെ അല്ലെങ്കിൽ ചാപത്തിനെ എ ബി എന്ന് വിളിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റേഡിയസിന്റെ അതേ നീളത്തിലുള്ള ഈ ചാപത്തിന്റെ 2 അഗ്രങ്ങൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോണിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അതേ നീളത്തില് വേറൊരു ആർക്ക് കൂടി കട്ട് ചെയ്യാം വൃത്തത്തില്. അതിനെ ബി സി എന്ന് വിളിക്കാം. ഇതും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്താണ്? 1 റേഡിയൻ ആണല്ലോ. ഇതിനെ കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാനൊരു ടേബിൾ ഇവിടെ വരയ്ക്കുകയാണ്. ചാപത്തിന്റെ നീളം, കോൺ, ചാപം അഥവാ ആർക്ക്. ആദ്യത്തെ ചാപമാണ് എ ബി. അതിന്റെ നീളം എന്താണ്? റേഡിയസിന്റെ അതേ നീളമാണല്ലോ. അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് 1 റേഡിയൻ ആണല്ലോ. ഇനി അടുത്തത് ബി സി, ചാപം ബി സി. അതിന്റെ നീളവും റേഡിയസിന്റെ അതേ നീളമാണ്. അതും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത് 1 റേഡിയൻ ആണ്. ഇനി നമുക്ക് നോക്കാം ഈ എ ബി സി എന്ന വലിയ ചാപം നോക്കാം. എ ബി സി എന്ന വലിയ ചാപം, അതിന്റെ നീളം എന്താണ്? ഈ ചാപത്തിന്റെ നീളം പ്ലസ് ഈ ചാപത്തിന്റെ നീളം 2r. ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ വലിയ ആംഗിൾ എന്താണ്? 2 റേഡിയൻ ആണല്ലോ. ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത മനസ്സിലാവും. ചാപത്തിന്റെ നീളം 6 ആണെങ്കിൽ കോൺ എന്താണ്? 1 റേഡിയൻ ആണ്. ചാപത്തിന്റെ നീളം 2r ആണെങ്കിൽ എന്താണ് കോണ്? 2 റേഡിയൻ ആണല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചാപത്തിന്റെ നീളം 5r ആയാൽ അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 5 ആണല്ലോ. 5 റേഡിയൻ ആണല്ലോ. അത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ചാപത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? L നീളമുള്ള ഒരു ചാപം എടുക്കുകയാണ്. L നീളമുള്ള ഒരു ചാപം എടുക്കുകയാണ്. ആ L നീളമുള്ള ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എങ്ങനെയാ കണ്ടുപിടിക്കാൻ കഴിയുക? ഇവിടെ നീളം, ചാപത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ വൃത്തത്തിന്റെ ആരമാണ്. ഇവിടെ നീളം എന്താണ്? L ആണ്. അപ്പൊ നമുക്ക് കോൺ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? L ഡിവൈഡഡ് ബൈ r. L ഡിവൈഡഡ് ബൈ r ആണ് ഈ L എന്ന ചാപത്തിന്റെ നീളം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇതിൽ നമുക്ക് എന്ത് കോമൺ ആയിട്ട് ഈ സർക്കുലർ സിസ്റ്റത്തില് കോണുകൾ അളക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിയും. എന്താണ്? കോൺ എന്നത് ചാപത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ എന്താണ്? വൃത്തത്തിന്റെ ആരം. സർക്കുലർ സിസ്റ്റത്തിലെ കോൺ അളക്കാൻ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ടേബിൾ വഴി കിട്ടി. എന്താണ്? ചാപത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ വൃത്തത്തിന്റെ ആരം. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഒരു വട്ടം എന്നത് എത്ര റേഡിയൻ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് എന്താണ് നോക്കേണ്ടത്? ഒരു വട്ടം എന്നത് എത്ര റേഡിയൻ എന്നാണ്, എത്ര റേഡിയന് തുല്യമാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ കേന്ദ്രം O എന്നാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ OA എന്ന ഈ
OA എന്ന ഈ രശ്മി എന്ത് ചെയ്യണം? ഈ രേഖാഖണ്ഡം തിരിഞ്ഞ് ഇതേ പൊസിഷനിൽ എത്തുന്നതാണല്ലോ ഒരു വട്ടം എന്നത്. ഈ OA എന്ന രേഖാഖണ്ഡം ഇതേ പൊസിഷനിൽ എത്തുന്നത് മൂലം ഉണ്ടാകുന്ന ചാപത്തിന്റെ നീളം എന്നത് ഈ വൃത്തപരിധിക്ക് തുല്യമാണ്. അതായത് എന്താണ്? വൃത്തപരിധിക്ക് തുല്യമാണെന്ന് പറയുമ്പോൾ അത് 2πr ആണല്ലോ ചാപത്തിന്റെ നീളം. ചാപത്തിന്റെ നീളം എന്നത് എന്താണ്? 2πr ആണല്ലോ. ഈ ചാപത്തിന്റെ നീളം 2πr ആയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കോൺ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. കോൺ എന്നത് ചാപത്തിന്റെ നീളം ഡിവൈഡ് ബൈ വൃത്തത്തിന്റെ ആരം. ഇവിടെ ചാപത്തിന്റെ നീളം എന്താണ്? 2πr. 2πr ഡിവൈഡ് ബൈ റേഡിയസ്, അതുകൊണ്ട് ഡിവൈഡ് ബൈ r. ഇവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും r ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. 2π റേഡിയൻ എന്ന് കിട്ടി. കോൺ നമുക്ക് 2π റേഡിയൻ എന്ന് കിട്ടി. 1 വട്ടം എന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലായി? 2π റേഡിയന് തുല്യമാണെന്ന് മനസ്സിലായി. ഇവിടെ സർക്കുലർ സിസ്റ്റത്തിലെ 1 വട്ടം എന്നത് 2π റേഡിയന് തുല്യമാണ്. സെക്സാഡെസിമൽ സിസ്റ്റത്തിൽ എന്തായിരുന്നു നമ്മൾ കണ്ടത്? ഒരു വട്ടം എന്നത് എത്ര ഡിഗ്രിക്കാണ് തുല്യം? 360 ഡിഗ്രിക്കാണ് തുല്യം. അതുപോലെ തന്നെ സെന്റിസിമൽ സിസ്റ്റത്തിലോ ഒരു വട്ടം എന്നത് 400 ഗ്രേഡിനുമാണ് തുല്യം. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സർക്കുലർ സിസ്റ്റത്തിൽ ഒരു വട്ടം എന്നത് എത്ര റേഡിയനാണ്? 2π റേഡിയൻ ആണല്ലോ തുല്യം. 2 വട്ടം എന്നതോ 2 times 2π റേഡിയൻ equals 4π റേഡിയൻ. 10 വട്ടമായാലോ 10 times 2π റേഡിയൻ equals ആണല്ലോ. ഇവിടെ കോൺ അളക്കുന്നത് വട്ടം എന്ന യൂണിറ്റ് ആണ്. അതിനെ എങ്ങനെയാണ് റേഡിയൻ എന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോണിന്റെ അളവ് റേഡിയൻ എന്ന യൂണിറ്റിലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതിനെ എങ്ങനെയാണ് വട്ടം എന്ന യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ആദ്യം 2π റേഡിയൻ ആണ്. 2π റേഡിയൻ എത്ര വട്ടമാണ്? നമ്മൾ ഓൾറെഡി കണ്ടു, ഒരു വട്ടത്തിന് തുല്യമാണെന്ന്. ഇനി നമുക്ക് 4π റേഡിയൻ നോക്കാം. 4π റേഡിയൻ എന്നതിൽ 4π എത്ര 2π ആണുള്ളത്? 2 ആണല്ലോ. അതുകൊണ്ട് 2 വട്ടമാണ് 4π റേഡിയന് തുല്യം. ഇനി നമുക്ക് 20π റേഡിയൻ എടുത്താലോ? 20π ഡിവൈഡ് ബൈ 2π ഈക്വൽസ് 10. അതായത് 10 വട്ടമാണ് 20π റേഡിയന് തുല്യം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? കോണിന്റെ അളവ് 6 റേഡിയൻ ആയിട്ട് എടുക്കുകയാണ്. ഈ 6 റേഡിയൻ എന്ന ഈ കോണിന്റെ അളവ് എത്ര വട്ടത്തിനാണ് തുല്യം? r ഡിവൈഡഡ് ബൈ 2π വട്ടത്തിനാണല്ലോ. നമുക്ക് കണ്ടു സർക്കുലർ സിസ്റ്റത്തില് കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് റേഡിയൻ ആണ്. ഈ റേഡിയനെ ഡിനോട്ട് ചെയ്യുന്നത് c എന്ന അക്ഷരം കൊണ്ടാണ്. ഒരു വട്ടം എന്നത് 2π റേഡിയന് തുല്യമാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആംഗിൾ PQR പരിഗണിക്കാം. ഈ കോണിന്റെ അളവ് ഡിഗ്രിയിൽ d എന്നും ഗ്രേഡിയനിൽ g എന്നും റേഡിയനിൽ r എന്നും കരുതുക. ഇവ തമ്മിലുള്ള ബന്ധമാണ് നമ്മളിനെ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ PQR എന്നത് എത്ര ടേൺസ് അഥവാ എത്ര വട്ടം തിരിയുന്നതിന് തുല്യമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നതാണ്, നമ്മൾ കണ്ടതാണ്. ഒരു കോണിന്റെ അളവ് ഡിഗ്രിയിലോ ഗ്രേഡിയനിലോ റേഡിയനിലോ തന്നാൽ എത്ര ടേൺസിന് തുല്യമാണെന്ന്
എത്ര ടേൺസിന് തുല്യമാണ് നമ്മൾ കണ്ടതാണ്. അതായത് ഇവിടെ കോണിന്റെ അളവ് ഡിഗ്രിയാണ്. അത് d/360 ടേൺസിന് അല്ലെങ്കിൽ വട്ടങ്ങൾക്ക് തുല്യമാണ്. അതുപോലെ തന്നെ കോണിന്റെ അളവ് g ഗ്രേഡിയൻ ആയാലോ g/400 ടേൺസിനും അതുപോലെ തന്നെ കോണിന്റെ അളവ് r റേഡിയൻ ആണെങ്കിലോ r/2π ടേൺസിനുമാണല്ലോ തുല്യം. ഞാൻ നിങ്ങളോട് ചോദിച്ചത് കോൺ ആംഗിൾ PQR എന്നത് എത്ര ടേൺസിന് തുല്യമാണെന്നാണ്. ഇവിടെ നമ്മൾ 3 വ്യത്യസ്ത രീതിയിൽ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവാം? ഈ റൈറ്റ് സൈഡിലുള്ളതെല്ലാം തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് d/360 ഈക്വൽസ് g/400 ഈക്വൽ r/2π. നമ്മൾ ഡി ജി ആർ തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കിയത്. ഇവിടെ നോക്കുക, d/360 ഈക്വൽസ് g/400 ഈക്വൽസ് r/2π. ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. ആംഗിൾ എ ബി സിയുടെ അളവ് 90 ഡിഗ്രി എന്നിരിക്കട്ടെ. ഈ ആംഗിൾ മറ്റ് 2 യൂണിറ്റിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി 90 ഡിഗ്രി എന്നത് ജി ഗ്രേഡിയനും ആർ റേഡിയനും തുല്യമാണെന്ന് കരുതുക. നമ്മൾ തൊട്ട് മുന്നേ നോക്കാണ്ടിരുന്നു ഡി ജി ആർ തമ്മിലുള്ള ഒരു റിലേഷൻ. d/360 ഈക്വൽസ് g/400 ഈക്വൽസ് r/2π എന്നതാണല്ലോ അത്. ഡിയുടെ അളവ് നമുക്കറിയാം 90 ആണെന്ന്. ഈ ഡിയുടെ അളവ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 90/360 ഈക്വൽസ് g/400 ഈക്വൽസ് r/2π. ഇനി നമുക്ക് ആദ്യം ജിയുടെ അളവ് നോക്കാം എന്താണെന്ന്. അതിനായി ആദ്യത്തെ ഈ 2 ടേം പരിഗണിക്കുക. g/400 ഈക്വൽസ് 19/360. g ഈക്വൽസ് എന്താണ്? 19/360 ടൈംസ് 400. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 360 എത്ര തവണയാണ് 90 ഉള്ളത്? 4 തവണയാണല്ലോ. അതുപോലെ തന്നെ 400 എത്ര 4 ഉണ്ട്? 100 ആണല്ലോ. അപ്പൊ നമുക്ക് ജിയുടെ വാല്യൂ 100 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ കോണിനെ ഈ കോണ് ഗ്രേഡിയന്റിൽ എത്രയാണെന്നാണല്ലോ കാണേണ്ടത്. അതായത് ജിയുടെ വാല്യൂ 100 ആയതുകൊണ്ട് 100 ഗ്രേഡിയൻ ആണ് ഈ കോണിന്റെ അളവ്. ഇനി നമുക്ക് ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായി ആദ്യത്തെ ടേമും മൂന്നാമത്തെ ടേമുമാണ് പരിഗണിക്കേണ്ടത്. r/2π ഈക്വൽസ് 19/360. r ഈക്വൽസ് 19/360 ടൈംസ് 2π. 360 4 തവണയാണ് 90 ഉള്ളത്. 2 തവണ, അതായത് π/2. ആറിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? π/2 എന്ന് കിട്ടിയല്ലോ. നമുക്ക് ഈ കോണിന്റെ അളവ് റേഡിയനിൽ എന്താണെന്നാണ് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ആറിന്റെ അളവ് π/2 ആയതുകൊണ്ട് കോണിന്റെ അളവ് റേഡിയനിൽ π/2 റേഡിയൻ എന്നാണ്. ഇതുപോലെ തന്നെ കോണിന്റെ അളവ് ഒരു പ്രത്യേക യൂണിറ്റിൽ തന്നാൽ മറ്റ് 2 യൂണിറ്റിലേക്കും എങ്ങനെ മാറ്റണം എന്നതാണ് ഈ എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കണം. ട്രിഗ്നോമെട്രിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഏവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണേ.